ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹിതപ്പെടുമാറാകട്ടെ. നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ആ കാലത്ത് പോക്കുവരവിന് സമാധാനം ഇല്ലാതെ വണ്ണം ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു. ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചതുകൊണ്ട് ജാതി ജാതിയെയും പട്ടണം പട്ടണങ്ങളെയും തകർത്ത് കളഞ്ഞു. 7-ാം വാക്യം ചേർത്ത് വായിക്കാം. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. ദേശത്ത് വലിയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർത്ത് നാശനഷ്ടങ്ങൾ ഭവിച്ച് യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും കൊണ്ട് ജനങ്ങളൊക്കെ വലയുന്ന സമയത്ത് ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഒരു നിലവിളി, കർത്താവേ, ഞങ്ങൾ ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് സേവിച്ചതുകൊണ്ട് ഇങ്ങനെ സമാധാനമില്ലാത്ത ജാതികളോടുകൂടെ ഞങ്ങൾക്കും കലാപങ്ങൾ സംഭവിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ഈ ഹൃദയത്തിൽ അങ്ങനെയൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും. എന്നാൽ ദൈവം അവരോട് പറയുന്ന വാക്ക് 7-ാം വാക്യത്തിൽ വളരെ സ്പർശിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ വാക്കാണ്. ദൈവം അവരോട് പറയാണ്, എന്നാൽ ദേശത്തൊക്കെയും അസമാധാനമുണ്ട്, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, പോക്കുവരവിന് സമാധാനമില്ലാതിരിക്കുന്നതായ ഒരു കാലത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ പോക്കുവരവിന് സമാധാനമില്ലാതെ എന്ന് പറഞ്ഞാൽ? ജനങ്ങളുടെ ഇടയിൽ നിന്ന് സമാധാനം പുറപ്പെടുന്നതുമില്ല, ജനങ്ങളിലേക്ക് സമാധാനം വരുന്നതും ഇല്ല. സമാധാനത്തിൻ്റെ ആ ഒരു സഞ്ചാരം നഷ്ടപ്പെട്ടു, അതിന് പ്രവൃത്തിയില്ല. സമാധാനം എങ്ങും യാത്ര ചെയ്യുന്നില്ല, ഒരു ഭവനത്തിലും സമാധാനം ചെന്നെത്തുന്നില്ല, ഒരു ഭവനത്തിൽ നിന്നും സമാധാനം പുറപ്പെടുന്നതുമില്ല. ഒരു മനുഷ്യരും വായ് കൊണ്ട് അവരുടെ വാ തുറന്ന് സംസാരിച്ചാൽ സമാധാനത്തിൻ്റെ വാക്ക് പറയുന്നില്ലെന്നർത്ഥം. അവർക്ക് സമാധാനവുമില്ല, അവർ സമാധാനം ആർക്കും കൊടുക്കുകയുമില്ല. അതാണ് പോക്കുവരവിന് സമാധാനമില്ലാത്ത കാലം. ഇങ്ങനെ ഉള്ളതായ അനേക സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിരിക്കാം, വരും. അതായത് നമുക്കും സമാധാനമില്ല, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കത്തുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ജനം സമാധാനം ഉള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. കർത്താവ് തൻ്റെ ആദ്യത്തെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും എന്നൊക്കെ ഉപദേശിച്ച കർത്താവ് ഒടുവിൽ തൻ്റെ ശുശ്രൂഷ തികച്ച് യാത്രയാകുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള ഒരു സമാധാനമല്ല, എൻ്റെ സമാധാനത്തിന് വിശേഷതയുണ്ട്. അതെന്താണ് ദൈവത്തിൻ്റെ സമാധാനം? കർത്താവിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. അതിനെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ, ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും കൂടെ പടകിൽ യാത്ര ചെയ്തു, വള്ളത്തിൽ ഇല്ലെങ്കിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്തു. കടൽ മധ്യേ അല്ലെങ്കിൽ അവരുടെ യാത്രാ മധ്യത്തിൽ രാത്രിയുടെ യാമത്തിൽ, കൂടുതലും കർത്താവ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് രാത്രിയാമങ്ങളിലാണ്. കാരണം പകലിലെല്ലാം തനിക്ക് ധാരാളം ശുശ്രൂഷാ മുഖങ്ങളുണ്ട്. യാത്രയ്ക്കുള്ളതായ സമയം താൻ തിരഞ്ഞെടുക്കുന്നത് കടലിൽ കൂടെ ശാന്തമായ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പടകിൽ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ദിവസം പടക് വഴിമധ്യേ ചെന്നപ്പോൾ, കടലിൻ്റെ മധ്യത്തിലായപ്പോൾ പെട്ടെന്ന് കടലിളകി. വലിയ കടൽക്ഷോഭം, കൊടുങ്കാറ്റുണ്ടായി.
ഈ വള്ളം മുങ്ങിപ്പോകുന്ന ഒരു സന്ദർഭം ശിഷ്യന്മാർക്ക് അനുഭവപ്പെട്ടു. അവർക്ക് കടലിനെക്കുറിച്ചും കടൽക്ഷോഭത്തെക്കുറിച്ചും ഒക്കെ നന്നായിട്ടറിയാം. അവർ നല്ലതുപോലെ ആ വള്ളം മറിഞ്ഞു പോകാതെ അതിനെ രക്ഷിക്കുവാൻ ആകുന്ന പണിയിലെല്ലാം പ്രവർത്തിക്കുകയുണ്ടായി. പക്ഷെങ്കിൽ അവരുടെ കൈകളുടെ പ്രവൃത്തിക്ക് ഒരു ഫലം ഇല്ലാതെ വന്നു. കടൽ അധികമായി കോപിച്ചു. ഒടുവിൽ അവർ കർത്താവിനോട് പറയാണ്. കർത്താവിനെ നോക്കിയപ്പോൾ കർത്താവ് സമാധാനത്തോടെ ആ പടകിൻ്റെ മൂലയ്ക്ക് തലയിണ കഴിച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് കർത്താവിന് അറിഞ്ഞതേയില്ല എന്ന മട്ടിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇത്ര വലിയൊരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാം സഞ്ചരിക്കുന്നതായ ഈ പടക് ഈ കടലിൻ്റെ മധ്യത്തിൽ വീണുപോയാൽ നീന്തറിയുന്ന ഞങ്ങൾക്ക് പോലും രക്ഷയില്ല, ഞങ്ങൾ നശിച്ചു പോകും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു കടൽക്ഷോഭമാണ്. യേശു അതിൻ്റെ മധ്യത്തിലും ഉറങ്ങാൻ തനിക്ക് സാധിച്ചു. ഈ കടലിളകുന്നതും ഈ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കീഴ്മേൽ മറിയാൻ പോകുന്നത് കണ്ട് ഒരു വ്യത്യാസമില്ലാതെ, മുഖവ്യത്യാസമില്ലാതെ, ഒരു അസ്വസ്ഥതയുമില്ലാതെ അതിൻ്റെ മധ്യത്തിൽ ഉറങ്ങുവാൻ കഴിഞ്ഞതായ യേശു. അതാണ് യേശുവിൻ്റെ സമാധാനത്തിൻ്റെ പ്രത്യേകത. അതാണ് ഇളകുന്ന കടലിൻ്റെ മധ്യത്തിലും വലിയ നാശത്തിൻ്റെ വക്കിലും വലിയ കലാപങ്ങളുടെ മധ്യത്തിലും സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ വ്യക്തിത്വം നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതായ ഒരു കാര്യമാണ്. എങ്കിലും ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൻ്റെ അവകാശമാണ്, ദൈവത്തിൽ നിന്നുള്ളതായ അവകാശമാണ്. ഈ സമാധാനം മനുഷ്യർ സൃഷ്ടിക്കുന്നതാണെങ്കിലും ആ സമാധാനത്തിന് ഒരു വലിയൊരു എക്സ്പയറി ഉണ്ട്. ഈ ലോകത്തിലെ സമാധാനത്തിനൊരു എക്സ്പയറി ഉണ്ട്. അത് പെട്ടെന്ന് നീന്നുപോകും. ചില സാഹചര്യങ്ങളുടെ മുഖത്ത് അത് ഇല്ലാതായിപ്പോകും. സമാധാനത്തിൻ്റെ വാക്ക് പുറപ്പെടുന്നതുമില്ല, വരുന്നതുമില്ല. പോക്കുവരവിന് സമാധാനമില്ലാത്ത ഒരനുഭവം. അങ്ങനെയുള്ളതായ കാലങ്ങളിലൊക്കെ കലാപങ്ങൾ, മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ദൈവം ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അതേ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് ചുറ്റും ദൈവം സമാധാനമുണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ മാത്രമല്ല സമാധാനമുണ്ടാക്കുന്നത്, ദേശനിവാസികളുടെ ചുറ്റും, അവർ താമസിക്കുന്ന വീടുകൾക്ക് ചുറ്റുമുള്ളതായ ദേശങ്ങളിലും വ്യക്തികളിലും ഭവനങ്ങളിലും സാഹചര്യങ്ങളിലും അവർ കടന്നു പോകുന്നിടത്ത് ഒക്കെയും ദൈവം സമാധാനം സൃഷ്ടിക്കുന്നു. അവർക്ക് ചുറ്റും സമാധാനം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പീസ് റൗണ്ട് അബൌട്ട്. അതാണ് സമാധാനം, ദൈവം തരുന്ന സമാധാനത്തിൻ്റെ ലക്ഷണം. നമുക്കൊരു പക്ഷെങ്കിൽ നമുക്ക് തന്നെ സമാധാനമുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതും ഒരു അസമാധാനമാണ്. സമാധാനത്തിൻ്റെ യാത്രാഗതി എന്ന് പറയുന്നത് അതിന് പോക്കുവരവുണ്ട്, വരവുണ്ട്, പോകലുണ്ട്. നമുക്ക് സമാധാനം വരികയും നമ്മളിൽ നിന്ന് സമാധാനം പുറപ്പെടുകയും ചെയ്യുന്നതായ ഒരനുഭവമാണ് ദൈവം തരുന്നതായ സമാധാനത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ പോക്കുവരവുള്ളതായ ഒരു സമാധാനം നമുക്ക് ചുറ്റും സമാധാനം സൃഷ്ടിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല, പോക്കുവരവുള്ളതായ സമാധാനം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് താമസിക്കുന്ന ഭവനത്തിൽ സമാധാനം കാണും. അവരിൽ നിന്ന് സമാധാനം ഒഴുകുന്ന ഒരു അനുഭവം, മറ്റുള്ളവർക്ക് സമാധാനം സ്വസ്ഥതയും കൊടുക്കുന്ന മനുഷ്യർ. അതാണ് ദൈവഭക്തന്മാരുടെ ദൈവത്താൽ നൽകപ്പെട്ടതായ സമാധാനത്തിൻ്റെ ലക്ഷണം. ഈ ലോകം തരുന്നതായ സമാധാനം, അല്പമായ സമാധാനം, സമ്പത്തിനെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. എന്നാൽ ഏത് സാഹചര്യത്തിലും വിളങ്ങുന്നതായ വർദ്ധിച്ചു വരുന്ന സമാധാനം ദൈവം തരുന്നു. ആ സമാധാനം നമ്മളിൽ മാത്രമല്ല,
നാം പാർക്കുന്ന ദേശത്ത് ചുറ്റും ആ സമാധാനം അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പോക്കുവരവുള്ള സമാധാനം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോടൊരു ചോദ്യം. നമ്മൾക്കുള്ളതായ സമാധാനം, തീർച്ചയായിട്ടും നമ്മൾ സമാധാനമുള്ളവരായിരിക്കാം. നമ്മൾക്കുള്ളതായ സമാധാനം ഏത് രീതിയിലുള്ള സമാധാനമാണ്? പോക്കുവരവുള്ള സമാധാനമാണോ? അതോ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടുള്ളതായ ഒരു സമാധാനം, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ മാത്രം നിലനിൽക്കുന്നതായ ഒരു സ്വസ്ഥത, അതാണോ നമുക്കുള്ളത്? ഇല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റും സമാധാനം ഉള്ളവരായിരിക്കണം. അത് നമ്മളെക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതം വളരെ ബലഹീനരായ നമ്മൾ പലപ്പോഴും അബദ്ധങ്ങളും പോരായ്മകളും വീഴ്ചകളും താഴ്ചകളുമൊക്കെ നമുക്ക് സംഭവിച്ചേക്കാം. എന്നാൽ ദൈവം നമുക്ക് സമാധാനം തരുമ്പോൾ നമുക്ക് ചുറ്റും പോക്കുവരവുള്ളതായ സമാധാനം, അനുഗ്രഹിക്കപ്പെട്ട സമാധാനം നമുക്ക് നൽകുന്നതിനിടയായിത്തീരും. നമ്മുടെ ദൈവം മഹാസർവശക്തനായ സ്നേഹവാനായ മനസ്സലിവുള്ളവനായ ദൈവം. ആ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നതായ സമാധാനം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ നിമിത്തം അനേകർ സമാധാനം ഉള്ളവരായിത്തീരും. അനേകരെ സമാധാനത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുന്നതായ ഒരു വലിയ, നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന് പറഞ്ഞതുപോലെ ദൈവപുത്രന്മാരുടെ നിറവിനെ ദൈവത്തിൻ്റെ രാജ്യം കാണുവാൻ ആഗ്രഹിക്കുന്നു. നാം അതിൻ്റെ പ്രജകളായി വിളിക്കപ്പെട്ട്, സ്നേഹിക്കപ്പെട്ട്, വേർതിരിക്കപ്പെട്ട്, അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവം ഇത്രത്തോളം നമ്മെ വീണ്ടെടുക്കുന്നതിൻ്റെ അർത്ഥം ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യം അവർക്ക് കൊടുക്കുവാനാണ്. അതെന്താണെന്നറിയാമോ? സമാധാനം. ദൈവം നമുക്ക് ധാരാളം സമാധാനം തന്നു. അനർത്ഥങ്ങളുടെയും അനേക വിഷമങ്ങളുടെയും കലാപങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ എങ്ങനെ സമാധാനമുള്ളവരായിരിക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾക്ക് ഒരു പ്രതിഫലമുണ്ടാകും. ദൈവം നമുക്ക് തരുന്നതായ സമാധാനത്തിൽ നിന്ന് ഈ ലോകം നമുക്ക് പ്രതിഫലം തരത്തില്ലായിരിക്കാം. പക്ഷേ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാം. നിങ്ങൾ പോക്കുവരവുള്ള സമാധാനത്തിൻ്റെ ഉടമകളായിരിക്കുക. ദൈവത്തിൽ നിന്ന് ഇത്ര മഹത്തായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം, ഈ സമാധാനത്തിൻ്റെ ഉടമകളായിരിക്കാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനം നിങ്ങളെ അധികമായി സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.